ബെഞ്ച് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് ജനനായകൻ മൂവിയുടെ ഓഡിയോ ലോഞ്ചിന്റെ ഒരു വീഡിയോ അനൗൺസ്മെന്റ് വീഡിയോ ആണ്. സംഭവം വന്നിട്ട് എത്ര ദിവസമായി? വൺ ഡേക്കാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനകത്തെ ആ ഒരു സോങ് ഒക്കെ നമ്മൾ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി നമ്മൾ ആ ഒരു സ്റ്റെപ്സിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ആൻഡ് ഇപ്പോൾ റീൽസിലൊക്കെ ഓൾറെഡി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. പ്രത്യേകിച്ച് ഫസ്റ്റ് കേട്ട സമയത്ത് ആ പാട്ട് അത്ര വലിയ സംഭവമായിട്ട് തോന്നിയില്ല. പക്ഷേ 2-3 വട്ടം കേൾക്കുമ്പോൾ ഭയങ്കര ഒരു അഡിക്ഷൻ ഫീൽ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ട് ലൈക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ ഓക്കെ സോങ് എന്നാണ് തോന്നിയത്. പക്ഷെ പിന്നീട് അത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടം കൂടുതൽ തോന്നും. പിന്നെ കേൾക്കാനായിട്ടൊരു ഫീൽ. റിപ്പീറ്റ് വാല്യൂ എന്ന് പറഞ്ഞ സംഭവം പൊതുവെ അനിരുദ്ധിന്റെ മ്യൂസിക്കിൽ ഉണ്ടാവുന്നതാണ്. അത് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ആൻഡ് ഈ പടത്തിന് പൊതുവെ ഒരു വിജയണ്ണന്റെ ശരിക്ക് പൊളിറ്റിക്സിലോട്ട് കയറുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു ലാസ്റ്റ് മൂവി എന്നുള്ള രീതിയിൽ. കാരണം ഇത് കഴിഞ്ഞാൽ ഇനിയിപ്പം പറയാൻ പറ്റില്ല, ചിലപ്പോൾ വരാതിരിക്കാം. അങ്ങനെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മൂവി ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ടാണ് എല്ലാവരും കൺസിഡർ ചെയ്യുന്നത്. കാരണം കുറെ അധികം ട്രിബ്യൂട്ട്സ് വീഡിയോസ് ഒക്കെ ഇതിന്റെ പേരിൽ ഇറങ്ങുന്നുണ്ട്. ഈ പടവുമായി ബന്ധപ്പെട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പൊ തന്നെ ലൈക്ക് എന്താ പറയാ, ആ ഒരു ഇമോഷൻ ഭയങ്കരമായിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ലുക്സ് ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ നമുക്കറിയാം, നമ്മള് കണ്ടിരുന്ന വെച്ചാൽ പെട്ടെന്നൊരു ലുക്ക് മാറിയൊരു ഫീൽ അല്ലേ ആള്. അതായത് അതിന് മുന്നുണ്ടായിരുന്ന മൂവീസിലൊക്കെ ഉണ്ടായിരുന്ന വിജയനല്ല ഈ ഒരു മൂവിയിലുള്ളത്. അത് ഓൾമോസ്റ്റ് കുറച്ചും കൂടി ഒരു റിയലിസ്റ്റിക് ആയിട്ടൊരു ലുക്കിലാണ് ആള് വരുന്നത്. അവസാനം വരുന്ന പടവും അങ്ങനെ തന്നെ പൊളിറ്റിക്സിലോട്ട് ഇറങ്ങുന്ന പിന്നെ ജനനായകൻ എന്ന് പറഞ്ഞിട്ട് തന്നെ വരും ചെയ്യുന്ന പടം. അപ്പൊ ഭയങ്കര ഒരു ഇമോഷൻസ് ആൻഡ് ഇമോഷണൽ ആയിട്ടുള്ള കുറെ മൊമെന്റ്സ് എസ്പെഷ്യലി അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കമന്റ് സെക്ഷനിൽ കാണാനുണ്ട്. എല്ലാവരും കുറെ ആൾക്കാരൊക്കെ മറ്റേ രീതിയില്ല, അത് പറയാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ പൊളിറ്റിക്സിൽ തോക്കട്ടെ, അതാകുമ്പോ അറ്റ്ലീസ്റ്റ് തിരിച്ച് സിനിമയിലോട്ട് തന്നെ വരുമോ. ഫ്രണ്ട്സ് മൂവിയൊക്കെ റിലീസ് പോസ്റ്റർ ഉണ്ടായിരുന്നു, തമിഴ് ഫ്രണ്ട്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഏതിലെന്ത് ലുക്ക് രണ്ടുപേരെ കാണിച്ചിട്ടുണ്ട്, സൂര്യനെ കാണിച്ചിട്ടുണ്ട്, വിജയനെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ലൈക്ക് അപ്പോഴാണ് പെട്ടെന്ന് മനസ്സിലായത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടായിരിക്കും ഇപ്പൊ അങ്ങനെ മൂവീസ് ഒക്കെ അവര് റിലീസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കാണാം. പിന്നെ തളപതിയുടെ ഓഡിയോ ലോഞ്ച് എപ്പോഴും ഭയങ്കര സ്പെഷ്യലാണ്. നമ്മള് മറ്റേ സ്പീച്ചൊക്കെ ഉണ്ടാവല്ലോ, ഗംഭീര സ്പീച്ചും സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു എല്ലാ മൂവിയിലും. അതായത് അതിനകത്ത് ജസ്റ്റ് യൂഷ്വലി മൂവിയിൽ ട്രെയിലർ ടീസർ സോങ്സ് അല്ലേ, പക്ഷെ വിജയന്റെ എന്ന് പറയുന്നത് എപ്പോഴും ഒന്നില്ലെങ്കിൽ സ്പീച്ച് അല്ലെങ്കിൽ ഓഡിയോ ലോഞ്ച് എന്തും ഭയങ്കര ഒരു സ്പെഷ്യൽ. 5 മിനിറ്റ് എല്ലാ മൂവീസും. തുപ്പാക്കി കത്തി എല്ലാ റോൾസ് after 3 years ലാസ്റ്റ് ലീവിൽ വന്നിട്ടുണ്ടോ? മലേഷ്യ அண்ணன் ஏன் பிடிக்கும் அப்படின்னா சின்ன வயசுல யாருதான் பிடிக்காது. நீங்க இதுக்கு முன்னாடி புலி படத்துல ஷூட்டிங் வந்திருக்கீங்க. மலேசியா வந்து உங்களுக்கு புதுசு இல்ல. எனக்கு எதுக்குமே ஒரு இன்ஸ்பிரேஷனா என்னை கொண்டு போறாங்கன்னா அது தளபதி தான். எனக்கு யாருமே இல்ல, நான் வீட்ல ஒரு ஆள் தான். என்னோட அண்ணன் தான் உங்களை நினைக்கிறேன். எனக்கு ஆக்சுவலி இப்ப கையெல்லாம் ஸ்ட்ரைக் பண்ணிட்டு இருக்கு. கடைசி படம் ஜனநாயகன் தெரிஞ்சுமே அவ்வளவு கஷ்டமா இருக்கு. அப்புறம் அவரை படத்துல பார்க்க முடியாது அப்படின்னா இன்னும் கஷ்டமா இருக்கு. எனக்காக யாருமே வந்து நிக்காதப்போ உங்களோட பேச்சு, உங்களோட மோட்டிவேஷன் எனக்காக வந்து நின்றுச்சுன்னா என் லைஃப்ல நான் இவ்வளவு சக்சஸா வந்ததுக்கு காரணமே நீங்க தான். നല്ല വേർഡ്സ് പൊളിയല്ലേ സംസാരിക്കുന്നത് പബ്ലിക്കില്. வர போறாங்கன்னா நம்ம ஒரே அரங்கத்துல இருக்கோம். அவரு சுவாசிக்கிற ஒரே மூச்சு காத்து நம்ம சுவாசிக்க போறோம். We want a big stage as தளபதி நினைக்கிறப்போ நீங்க வாங்க, நீங்க வந்தா மட்டும் போதும், உங்களை பார்த்துட்டா போதும், போகண்டா போதும் அப்படி மாதிரி இருக்கு எனக்கு. கிரௌட் எவ்வளவு பெரிய கிரௌடா இருந்தாலும் அவரை பார்க்கும்போது அந்த ஸ்டேஜ்ல நான் மட்டும் தான் இருக்கிற மாதிரி தான் இருக்கும். கண்ணா பார்த்தா போதும்.
I just feel like that. ഓ മലേഷ്യ. நேர்ல போய் அவரோட குட்டி ஸ்டோரி கேட்கணும்னு எனக்கு ரொம்ப அவளோட காத்துட்டு இருக்கு. கத்தி படத்துக்கு வந்து அவருக்கு ரொம்ப பிரச்சனை வந்துச்சு, எக்கச்சக்கம் பிரச்சனை வந்துச்சு. அப்ப அவர் சொன்ன ஒரு லைன் எனக்கு இன்னும் நல்லா ஞாபகம் இருக்கு. ஸ்டேஜ் இருந்தாரு, நான் தியாகின்னு சொல்லிக்க மாட்டேன் சத்தியமா, அது எனக்கு ரொம்ப ஹிட் பண்ணுச்சு. நான் டவுன் பாயிண்ட்ல இருந்தப்ப நான் கேட்குற ஒரு விஷயம் வந்துட்டு அவரோட ஒவ்வொரு ஆடியோ லான்ச்லயும் அவர் சொல்ற ஸ்பீச் தான் வந்து நான் கேட்கறது. நீங்க நல்லா இருந்தா எங்களுக்கு போதும். முதல் தடவையா எங்க சொந்த நாட்டுல எங்க மண்ணுல அந்த மனுஷன் வந்து பேச போறாருன்னு கேள்விப்பட்டோன்னே என்ன கேட்டா இது ஒன்ஸ் இன் லைஃப் டைம் ஆப்பர்ச்சுனிட்டி. இப்படியோ தூரமோ தொடரணும் இல்லையோ பார்த்துட்டா போதும். அன்பு நெஞ்சங்கள்ல எனக்கும் ஒரு சிறிய இடம் கொடுத்திருக்கிற என்னுடைய நண்பா நண்பிகளுடைய மனசுதான் நான் குடியிருக்கிற கோயிலுங்க. ഓ അവിടുത്തെ I love you so much. எங்களை நிறைய நேரத்துல நீங்க ரொம்ப ரொம்ப சந்தோஷப்படுத்திருக்கீங்க. அதுக்கு எவ்வளவு நன்றி சொன்னாலும் கண்டிப்பா பத்தவே பத்தாது. அண்ணனை வந்து நான் கண்ணால பார்த்தா போதும், வேற எதுவுமே வேணாம். அண்ணன் நான் கண்ணால பார்த்தா போதும். We love you தளபதி, we love you so much. Wish always welcomes you. So இன்னைக்கு பாத்தீங்கன்னா கோடிக்கணக்கான தம்பிகள் தங்கச்சிகள்லாம் உங்களுக்காக வெயிட் பண்ணிட்டு മലേഷ്യ. always love you. തമിഴില്ല അവിടെ. My heart goes for you. ரெடி 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 ரவினா. We welcome you to Malaysia, Anna. வாங்க, இந்த வந்து உங்களுக்கு வந்து பயங்கரமான சுனாமி லெவல்ல உங்களுக்கு சப்போர்ட் இருக்கு. We are waiting. கொஞ்சம் கொஞ்சம் என் நெஞ்சில் குடியிருக்கும், என் நெஞ்சுக்குள்ள குடியிருக்கும், என் நெஞ்சில் குடியிருக்கும். എനിക്കൊന്ന് പൊളിറ്റിക്സിലുള്ളതാണോ മറ്റേ ഇവിടെ നടത്താൻ ഇപ്രാവശ്യം? The world going to be witness biggest ever crowd in Malaysia happening for audio launch for a movie for a man. That's for தளபதி. சும்மா சொல்லக்கூடாது, உங்களோட வருகைக்காக I waiting. ഓ എല്ലാ പരിപാടിയും ஆடியோ தான் இந்த ஆடியோ ஃபங்க்ஷன், வேற எதுவும் இல்லை. അണ്ണന്റെ ഷോ ഉണ്ടാവും. வேற level, வேற level. ഓ വലിയ സ്ഥലം. വലിയ പരിപാടിയാണ്. കോലാലംപൂർ. ഇത് ജനനായകനിൽ പോലീസും ഉണ്ടാ? കണ്ടാ? ഇപ്പൊ കണ്ടില്ല ഒരാൾ അതിലെ ലുക്കാന്ന് തോന്നുന്നത്. നമ്മളതിന്റെ Usually- മറ്റേ സാധനം കാണാത്തോണ്ട് അറിയില്ല. യൂഷ്വലി ഇവിടെ വെച്ചിട്ടായിരിക്കില്ല ഇങ്ങനെ കുറെ ലോഞ്ചസ് ഒക്കെ നടക്കുക. ശരിക്കും എന്താ വെച്ചാൽ അവർ തന്നെ ഭയങ്കര ആ ഒരു സ്പെഷ്യൽ ഫീലിൽ തന്നെയാണ് ആ ഒരു പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഏകദേശം മലേഷ്യയിൽ നമ്മൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടിയും സൗത്ത് ആൾക്കാരുണ്ട് തോന്നില്ല. അത് മാത്രമല്ല തമിഴ് സംസാരിക്കുന്ന ആളുകൾ കുറച്ച് അധികം ഉണ്ടെന്ന് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് മലേഷ്യയില്. അപ്പോൾ ഡെഫിനറ്റ്ലി നല്ല ക്രൗഡും ഉണ്ടായിരിക്കും, അത് ഷുവറാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു മൂവി ആണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് വന്നിരിക്കുന്ന അതായത് പ്രതീക്ഷയും പ്രതീക്ഷക്കേടും ഉണ്ട്, രണ്ടും ഉണ്ട് പടത്തിന്. പക്ഷെ എന്നാലും ഭയങ്കര ഒരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈ ഒരു പൊളിറ്റിക്സിൽ പോകുന്നതിന് മുന്നേ ഉള്ളൊരു മൂവിയും കൂടിയാണ് എന്ന് ഉള്ളൊരു സംഭവം കൂടിയാണ്. പിന്നെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ആളുകൾ കാത്തിരിക്കും. അപ്പൊ അദ്ദേഹവും അത്രയും തന്നെ ഇത് ഈ മൂവിക്ക് കൊടുക്കുകയും ചെയ്യും അല്ലെ. അതായത് പടത്തിന് ഭയങ്കര ഹൈപ്പ് കയറി. ശരിക്കും ആദ്യം വന്ന സമയത്ത് അത്ര ഹൈപ്പ് ഉണ്ടായിരുന്നില്ല. കാരണം എച്ച് വിനോദാണ് ഡയറക്ടർ. എച്ച് വിനോദിന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഇടയ്ക്ക് പൊന്തിയും താഴെയും അങ്ങനെ ഒരു വരുന്നത്. ആ നല്ല ഹിറ്റ് കൊടുത്ത ആളും കൂടിയാണ്. പക്ഷെ അതേ സമയത്ത് ഫ്ലോപ്പുകൾ ഉണ്ടായിട്ട്, ഫ്ലോപ്പല്ല ഒരു ആവറേജ് ലെവലിലോട്ട് പോയിട്ടുണ്ട് സിനിമകൾ. അപ്പം ആ ഒരു പ്രത്യേകിച്ച് ലാസ്റ്റ് ഇറങ്ങിയപ്പോൾ എനിക്കൊന്നും അത്ര ആയിട്ടില്ല വന്നു എച്ച് വിനോദിന്റെ. അപ്പോൾ പക്ഷെ അതിന് മുന്നേ ഗംഭീര സിനിമ എടുത്ത ആളും കൂടിയാണ്. നമ്മൾ അജിത് സാറിൻ്റെ ഒക്കെ 1-2 മൂവീസ് ഉണ്ട്. അപ്പം അങ്ങനെ ഗംഭീരമായിട്ട് എടുത്ത ആളും കൂടി ആയതുകൊണ്ട് തന്നെ പ്രതീക്ഷയാണ് കൂടുതലുള്ളത്. പക്ഷെ എന്താ പറയുക, ചെറിയൊരു ഇതുകൊണ്ട് എന്താ പ്രത്യേകിച്ച് അതിന് മുന്നേ ഗോട്ടനുള്ളൊരു ചെറിയൊരു നെഗറ്റീവ് സംഭവം ഉണ്ടാവും ചെയ്തിരുന്നല്ലോ. അതുകൊണ്ടൊക്കെയാണ്. അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന്റെ ഒരു ഗ്ലിംസ് സംഭവമാണ് അവരെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു ടൈമിലായിരിക്കും അദ്ദേഹത്തിന്റെ കുട്ടി സ്റ്റോറി സംഭവങ്ങളൊക്കെ അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് കുറെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത്. ഞാനും കട്ട വെയിറ്റിംഗ് ആണ് ആ ഒരു സാധനം. കാരണം എന്താ പറയുക, സ്പീച്ച് നമ്മൾ ഓൾറെഡി സിനിമയിൽ വരുന്ന സമയത്ത് സിനിമയിൽ ഉള്ള കുറേ പൊളിറ്റിക്സും സംഭവങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ പുറത്ത് വരുന്ന സമയത്ത് ആ ഒരു ഭയങ്കര കണക്ട് ചെയ്തൊരു സംസാരിക്കുന്ന ഒരു സംഭവമുണ്ട്. സ്റ്റേജ് കയ്യിലെടുത്ത് ആൾക്കാരൊക്കെ കയ്യിലെടുത്ത് അല്ലെ, അതെനിക്കൊന്ന് കുറച്ചും കൂടി ഗ്രാൻഡ് ആയിട്ട് ഇപ്രാവശ്യം ചെയ്യാനായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ആൾക്കാർക്ക് ഇഷ്ടമാണ് കേൾക്കുന്നത്. അത് തന്നെ ഭയങ്കര സ്പെഷ്യലാണ്. അതിന്റെ ഓരോ ക്ലിപ്സ് അതേ പറയുന്ന വാക്കുകളാണെങ്കിലും
ഒക്കെ ഭയങ്കര ഒരു കഥ പോലെയാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ അത് കേട്ടിരിക്കാനും ഭയങ്കര ഒരു സുഖമാണ്. നമ്മൾ പലപ്പോഴും ഇവിടെ കണ്ടിരുന്നിട്ടുണ്ട്. ഇവൻ നമ്മള് വാരിസിന്റെ റിയാക്ട് ചെയ്തിട്ടുണ്ടെന്ന് സ്പീച്ച് അല്ലെ, ആ സമയത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ബ്ലോക്സ് കിട്ടിയിട്ട് അങ്ങനെ കുറെ പോയിട്ട് വാരിസിന്റെ പോയിട്ടില്ല ഒന്നും പോയില്ല. ഇല്ല എനിക്കൊന്ന് അതിന് ശേഷമാണ് ഏതൊന്ന് ബ്ലോക്ക് കിട്ടിയത്, നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്ത വീഡിയോയിൽ കാണാം.